ഇറാനിൽ അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തുന്നത് പോലെ തന്നെ ഇസ്രായേൽ ലെബനനിലും ആക്രമണം തുടരുകയാണ്. ഇറാനിൽ ആക്രമണം ആരംഭിച്ചതും അതിന് തൊട്ടു പിന്നാലെ സമാനമായ കൂട്ടനശീകരണവുമാണ് ഇസ്രായേൽ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു വലിയ ഭീഷണി ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നതാണ്. ഗാസയ്ക്ക് സമാനമായി ഇറാനെയും ലെബനനെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്നാണ് സ്മോട്രിച്ചിന്റെ ഭീഷണി. ടെഹ്റാനെ നശിപ്പിക്കാനുള്ള കൊടുങ്കാറ്റ് പദ്ധതി എന്നാണ് ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വിശേഷിപ്പിച്ചത്. ആണവായുധ നിർവ്യാപനമല്ല ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത് എന്നും ഇറാന്റെ സർവനാശമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് സൈനിക കേന്ദ്രങ്ങൾക്കപ്പുറം സിവിലിയൻ കേന്ദ്രങ്ങളെ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെക്കുന്നത്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടരുത് എന്ന ഇസ്രായേലിന്റെ കാടൻ നയമാണ് സ്കൂളുകൾ അടക്കം ആക്രമിക്കുന്നതിലൂടെ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന വിമർശനവും ശക്തമാണ്. ലെബനനിൽ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ അധിനിവേശം നടന്നു വരുന്നുണ്ട്. 2006 ലെബനനിലെ ദഹിയ ഏറെക്കുറെ പൂർണ്ണമായും ഇസ്രായേൽ നിരപ്പാക്കിയിരുന്നു. ഇപ്പോഴിതാ അന്ന് ദഹിയ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളും നിരപ്പാക്കിയ തന്ത്രം എല്ലായിടത്തും തുടരും എന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. ഇറാൻ അടക്കം നശിപ്പിക്കുന്നത് തങ്ങളുടെ അജണ്ടയാണ് എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേലിന്റേത്. ദഹിയയെ ഗാസയിലെ ഖാൻ യൂനിസ് ആക്കുമെന്ന് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഇസ്രായേലിലെ ധനകാര്യമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബെസലേൽ സ്മോട്രിച്ച് ആണ്. ദഹിയ ജില്ലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ നീക്കം 1,00,000-ലധികം ജനങ്ങളിൽ ഭീതി ജനിപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ സൈന്യം നിരോധിക്കപ്പെട്ട ആയുധമായ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തിയതായും പറയപ്പെടുന്നു. മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തെക്കൻ ലെബനിലെ യഹ്മോർ ഗ്രാമത്തിൽ നിന്നുള്ള 7 ചിത്രങ്ങൾ പരിശോധിച്ചും സ്ഥലങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയുമാണ് മനുഷ്യാവകാശ സംഘടന ഇസ്രായേൽ സൈന്യത്തിന്റെ മനുഷ്യത്വരഹിതമായ നടപടി സ്ഥിരീകരിച്ചത്. യഹ്മോർ അടക്കം തെക്കൻ ലെബനിലെ നിരവധി ഗ്രാമങ്ങളിലെ താമസക്കാരോട് ഒഴിയാൻ നിർദ്ദേശിച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു ഇസ്രായേൽ യഹ്മോറിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. എന്നാൽ ആക്രമണ സമയത്ത് അവിടെ സാധാരണക്കാർ ബാക്കി ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും പരിക്കേറ്റു എന്ന് സ്ഥിരീകരിക്കാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന് സാധിച്ചിട്ടുമില്ല. ഹിസ്ബുള്ളക്കെതിരെ മുൻപ് ആക്രമണം നടത്തിയപ്പോഴും ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരണമുണ്ട്. ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വയം കത്തുന്ന രാസവസ്തുവാണ് വൈറ്റ് ഫോസ്ഫറസ്. ജനവാസ മേഖലകളിൽ ഇത്തരം രാസായുധം ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ആർട്ടിലറി ഷെല്ലുകളിലും ബോംബുകളിലും റോക്കറ്റുകളിലുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വൈറ്റ് ഫോസ്ഫറസിന്റെ ഉപയോഗം വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും തീപിടിക്കാൻ കാരണമാകും. അതിലുപരി ഇതുണ്ടാക്കുന്ന പൊള്ളലുകൾ അസ്ഥി തുളയ്ക്കുന്ന രീതിയിലുള്ളതുമാണ്. മാത്രമല്ല അണുബാധകൾക്കും ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും ശ്വാസതടസ്സത്തിനും വരെ ഇത് കാരണമായേക്കാമെന്ന് മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഇറാനെ ഗാസയാക്കുമെന്ന പ്രഖ്യാപനം ശരിവെക്കുന്നതാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഇസ്രായേലിന്റെ നടപടികൾ. സൈനിക ശേഷി ഇല്ലാതാക്കുക മാത്രമല്ല ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്, മറിച്ച് വളർന്നു വരുന്ന തലമുറയെ പോലും ഇല്ലാതാക്കി ഭാവിയിൽ അവിടെ അങ്ങനെയൊരു സമൂഹം ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് അവശേഷിപ്പിക്കാതിരിക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിനെന്നാണ് പൊതുവെയുള്ള വിമർശനം. ടെഹ്റാനിൽ 2 സ്കൂളുകളാണ് തകർത്തത്. ഇതേ നയം പിന്തുടർന്ന ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി 90% കെട്ടിടങ്ങളും തകർത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അടക്കം ഭക്ഷണം എത്തിക്കാനുള്ള മാർഗങ്ങൾ അടച്ച് പട്ടിണിക്കിട്ടു. ഗാസയിൽ പട്ടിണി കിടന്ന് മാത്രം മരിച്ചത് ആയിരങ്ങളാണ്. 2023 ഗാസ യുദ്ധം ആരംഭിക്കുമ്പോൾ അന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞത് ഈ യുദ്ധത്തിന് ഹമാസ് മാത്രമല്ല ഗാസയിലെ മുഴുവൻ സമൂഹവുമാണ് ഉത്തരവാദി എന്നാണ്. ഗാസയിൽ ചെയ്തത് തന്നെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും ചെയ്യുമെന്ന് പറഞ്ഞത് അന്നത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആണ്. ഗാസ യുദ്ധം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോഴായിരുന്നു ഗാലന്റിന്റെ ഈ പ്രസ്താവന. അതിന്റെ ഭാഗമായി ഇപ്പോൾ ദഹിയയിൽ കൂട്ട ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ സേനയും ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ്. ഇറാൻ സംഘർഷത്തിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് വിഘടനവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പകരം വീട്ടുക എന്നുകൂടി ഇസ്രായേലിന്റെ ലക്ഷ്യമാണ്. ഹിസ്ബുള്ളയുടെ ജനകീയ അടിത്തറയായ സമൂഹത്തെ ശിക്ഷിക്കുക എന്നതാണ് ദഹിയ ഇല്ലാതാക്കാനുള്ള യുക്തിക്ക് പിന്നിൽ. അതുപോലെ തന്നെ ഇറാനെ ആക്രമിച്ച് അസ്ഥിരപ്പെടുത്തി മിഡിൽ ഈസ്റ്റിനെ സുരക്ഷിതമാക്കുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും വാദിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രമാണ് ഇറാൻ.
ആ രാഷ്ട്രത്തെ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ സുരക്ഷിതമാക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇറാൻ അസ്ഥിരപ്പെടുന്നതോടെ രാജ്യത്ത് ആഭ്യന്തര വിഘടനവാദം ശക്തിപ്പെടും. ഹോർമുസ് വഴിയുള്ള എണ്ണ വിതരണത്തിന് ഭംഗം വരുന്നതോടെ അപകടം ആഗോളതലത്തിലേക്ക് വ്യാപിക്കും. കഴിഞ്ഞില്ല, നേതൃത്വത്തിലുണ്ടാകുന്ന മാറ്റം സന്തുലിതാവസ്ഥയ്ക്കും മാറ്റം വരുത്തും. ഇത് രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിക്കും. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ പതനം ഒരു മേഖലയുടെ തന്നെ രാഷ്ട്രീയമായ അസ്ഥിരതയ്ക്കും സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതിനും കാരണമാകുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. യഥാർത്ഥ പേർഷ്യക്കാരും അവർക്ക് പുറമെ കുർദുകളും ബലൂജികളും അസേരി അറബ് വംശജരും അടക്കം വിപുലമായ വംശീയ പാരമ്പര്യമുള്ളതാണ് ഇറാൻ. ഇവർക്കിടയിൽ അല്ലെങ്കിൽ ഇവയ്ക്കിടയിൽ പലതരം രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും ചരിത്രമുണ്ടെങ്കിലും അതിശക്തമായ ഭരണകൂടമാണ് ഈ വംശീയ വിള്ളലുകളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തിയിരുന്നത്. ആയത്തുള്ള അലി ഖമനിയുടെ കാലം വരെ. ഇനി അങ്ങോട്ട് എന്താകുമെന്ന് പറയാനും സാധിക്കില്ല. എന്നാൽ ഇറാന്റെ ഭരണ സംവിധാനം ദുർബലമായാൽ ഈ സംഘർഷങ്ങൾ തീവ്രമാകുമെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാഖിലും സിറിയയിലും ലിബിയയിലും ഉണ്ടായ വിദേശ സൈനിക അധിനിവേശത്തിനും ഭരണകൂട തകർച്ചയ്ക്കും ശേഷം ഇവിടങ്ങളിൽ രൂപപ്പെട്ട വിഘടനവാദത്തിന് സമാനമായിരിക്കും സംഭവിക്കുക. 2003 അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം ഇറാഖിലെ ഭരണ സംവിധാനങ്ങൾ തകർന്നത് വർഷങ്ങളോളം നീണ്ടുനിന്ന കലാപങ്ങൾക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ സംഘടനകളുടെ വളർച്ചയ്ക്കും കാരണമായിരുന്നു. 2011 ലിബിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ആ രാജ്യത്തെ സായുധ സംഘങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച പോര് 10 വർഷത്തിന് ശേഷവും തുടരുന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇറാൻ തകർന്നാൽ ഒരുപക്ഷെ അവിടെയും കാത്തിരിക്കുന്നത് മറ്റൊന്നാവില്ല എന്ന് ആര് കണ്ടു? കഴിഞ്ഞില്ല, ഈ അസ്ഥിരത ബാധിക്കുന്നത് ഇറാനെ മാത്രമായിരിക്കുന്നു. നിസ്സംശയം പറയാം, അല്ല. ആഗോളതലത്തിൽ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം മറ്റു രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലൊരു രാഷ്ട്രത്തിന് താങ്ങാനായി എന്ന് വരില്ല. ആഗോള എണ്ണ വിതരണത്തിന്റെ നല്ലൊരു ഭാഗവും അഥവാ ഏകദേശം 30% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാൻ തീരത്ത് പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളോ നിയന്ത്രണമില്ലാത്ത നാവികസേനകളോ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ആഗോള ഊർജ പ്രതിസന്ധിക്ക് കാരണമാകും. എണ്ണവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് മുതൽ പണപ്പെരുപ്പം വരെയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ, യമനിലെ ഹൂതികൾ എന്നിവരുൾപ്പെടുന്ന പ്രാദേശിക സഖ്യങ്ങളുടെ കേന്ദ്രമാണ് ഇറാൻ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഘടകമാണ്. ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് യാഥാസ്ഥിതിക പുരോഹിത ശൃംഖലകൾ, പരിഷ്കരണവാദികളായ രാഷ്ട്രീയക്കാർ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGC പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലെ ശക്തമായ ഘടകങ്ങൾ എന്നിങ്ങനെ പരസ്പര മത്സരം കാത്തു സൂക്ഷിക്കുന്ന പല വിഭാഗങ്ങളായിട്ടാണ്. യുദ്ധം മുറുകുകയും നിലവിലുള്ള നേതൃത്വം ദുർബലപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്താൽ ഈ സന്തുലിതാവസ്ഥ പെട്ടെന്ന് തകരും. അത് തീവ്രപക്ഷക്കാർക്ക് കൂടുതൽ സ്വാധീനം ലഭിക്കാൻ ഇടയാക്കും. ഇറാനെ നിരന്തരം ആക്രമിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ അനുകൂല വികാരമുണ്ടാക്കുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ദേശീയത ഒരിക്കലും ബാഹ്യശക്തികൾക്ക് കീഴ്പ്പെടുന്നതിലല്ല. ബാഹ്യ ഇടപെടലുകൾ ദേശീയ വികാരം ബലപ്പെടുത്തും. അത്തരം സാഹചര്യത്തിൽ ഇറാൻ അസ്ഥിരപ്പെടുന്നത് വൻതോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിനും കാരണമാകും. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് ധാരാളം അഭയാർത്ഥികൾ ഇപ്പോൾ ഇറാനിലുണ്ട്. ഇറാനകത്ത് ഒരു ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ 9 കോടിയിലധികം വരുന്ന ഇറാന്റെ ജനസംഖ്യയിൽ ഒരു ചെറിയ വിഭാഗം പോലും അഭയം തേടി പുറത്തു പോയാൽ അത് സമീപകാലത്തെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധികളിൽ കണ്ടതിനേക്കാൾ വലിയ കുടിയേറ്റ പ്രവാഹത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇറാനെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ആ മേഖലയെയും ലോകത്തെയും കൂടുതൽ അപകടത്തിലാക്കുമോ എന്നാണ് അമേരിക്ക ചിന്തിക്കേണ്ടത്.